സാർ, അത്ര നല്ലതല്ലാത്ത വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. ഒരു കാലത്ത് പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങളുടെ പ്രഭവ കേന്ദ്രമായിട്ട് കരുതിയിരുന്നത് സിറിയയായിരുന്നു. എല്ലാ കുഴപ്പങ്ങളുടെയും പ്രഭവ കേന്ദ്രമായിട്ട് അത് റഷ്യൻ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ സിറിയ ഏറെക്കുറെ തകർന്നു കഴിഞ്ഞപ്പോൾ ആ റോളിലേക്ക് ഇറാൻ വന്നിരിക്കുകയാണോ എന്നൊരു സംശയം. ഇപ്പോൾ ഇറാനെ അവിടെ ഒതുക്കി നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഇറാൻ്റെ മറ്റ് ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോക്സി വാറുകൾ നടത്തുന്നതിന് ഇറാനെ തടയണമെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ മുമ്പിൽ തന്നെ എന്ത് മാർഗങ്ങളാണ് ഉള്ളത്? ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. അമേരിക്ക പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റി വരയ്ക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. അത് നമ്മളൊരു ഊഹാപോഹമല്ല. അമേരിക്ക വളരെ കൃത്യമായിട്ട് അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് അങ്ങ് മാധ്യമങ്ങളിൽ കണ്ടു കാണും, കുർദിഷ് ആർമി ഇറാന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൂടെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഓട്ടോണോമസ് റീജിയൻ ഇപ്പോൾ തന്നെ ഇറാഖിലുണ്ട്. ആ ഇറാഖിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ കുർദിസ്ഥാനിലുള്ള കുർദിഷ് ആർമി CIA അവർക്ക് വൻതോതിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ ഉപയോഗിച്ച് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് വാർത്തകൾ. ഇവിടെ വളരെ വ്യക്തവും കൃത്യവുമായിട്ടൊരു പദ്ധതി അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കയ്ക്ക് അറിയാം, അമേരിക്കയുടെ സൈന്യത്തിന് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ട്രംപ് പറയുന്നത് സൈന്യത്തിന്റെ കരയുദ്ധത്തെയാണ്. ആ കരയുദ്ധം നടത്തിയാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്കും ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് ട്രംപിനുണ്ട്. അങ്ങനെ ബോഡി ബാഗുകൾ ധാരാളം അമേരിക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തദ്ദേശീയമായിട്ട്, അതായത് അമേരിക്കയ്ക്ക് ഉള്ളിൽ അവിടെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും. ആ പ്രതിസന്ധി സംഭവിക്കാൻ ഇടയ്ക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. ഞാനിപ്പോൾ ജസ്റ്റ് വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം അമേരിക്കൻ സൈനികരുടെ ശവപ്പെട്ടി അങ്ങ് ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അതെ, തീർച്ചയായിട്ടും. അത് ബോഡി ബാഗുകൾ ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ വലിയ ജനരോഷം ഉണ്ടാകും. അപ്പോ ഇവിടെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നത്ര അമേരിക്കൻ കാഷ്വാലിറ്റീസ് കുറയ്ക്കണം, അമേരിക്കയുടെ നാശനഷ്ടങ്ങൾ കുറയ്ക്കണമെന്നുണ്ട്. അതിന് പറ്റിയ ഒരു സൊല്യൂഷനാണ് ഈ കുർദിഷ് പോരാളികൾ. അപ്പൊ അത് കുർദിഷ് പോരാളികൾ യുദ്ധം ഒരു പഴയ പടക്കുതിരകളാണ്. യുദ്ധം ചെയ്ത് തഴമ്പിച്ച കൈകളാണ് അവരുടേത്. അപ്പൊ അവരെ കുറിച്ച് ഒരു പശ്ചാത്തല വിവരണം കൂടെ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കൊടുക്കാം. കുർദുകൾ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ജനവിഭാഗമാണ്. ഇറാൻ, ഇറാഖ്, തുർക്കി, അതുപോലെ തന്നെ സിറിയ, ഇങ്ങനെ 4 രാജ്യങ്ങളിൽ മുഖ്യമായിട്ടും മറ്റ് സെൻട്രൽ ഏഷ്യയിലും ഒക്കെ ഉണ്ട് അവർ. കുർദിഷ് ഭാഷയുണ്ട്, പ്രത്യേക ഭാഷയാണ്. കാഴ്ചയിൽ ഇവര് ഇറാനികളെ പോലെയും ഇറാഖികളെ പോലെ ഏതാണ്ട് വെള്ളക്കാരെ പോലെ ഇരിക്കുന്ന ആൾക്കാരാണ്, ആര്യന്മാരാണ്. അവരുടെ അപ്രോക്സിമേറ്റ് പോപ്പുലേഷനെ കുറിച്ച് പല കണക്കുകളുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ഉള്ളൊരു കണക്കനുസരിച്ച് 40 മില്യൺ, അതായത് 4 കോടി കുർദുകൾ ഉണ്ടാകാം എന്നാണ് പല രാജ്യങ്ങളിലായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കുർദുകൾ ഉള്ളത് തുർക്കിയിലാണ്. തുർക്കിയുടെ ജനസംഖ്യയുടെ 20 തൊട്ട് 25% വരെ കുർദുകളാണ്. അവിടുത്തെ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് മൈനോറിറ്റിയാണ്. അതുപോലെ ഇറാനിൽ പക്ഷേ ഇറാന്റെ പോപ്പുലേഷന്റെ ഒരു 8-9% മാത്രമേ കുർദുകൾ വരുള്ളൂ. അപ്പോ ഇവര് പക്ഷേ പോരാളികളാണ്. ഇവരെ അണ്ണാങ്കുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന രീതിയിലാണ്. യുദ്ധം ചെയ്യാൻ അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് യുദ്ധം അവരുടെ ഒരു ദിനചര്യയുടെ ഭാഗമാണ്. അപ്പൊ അവർക്ക് ആയുധം കൊടുത്താൽ മതി. പക്ഷെ അവർക്കൊരു അമേരിക്കയെ കുറിച്ചൊരു ആശങ്കയുണ്ട്. ഞാൻ പാശ്ചാത്യ മാധ്യമങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് 5 കുർദിഷ് പാർട്ടികളുമായിട്ട് സംഭാഷണം നടത്തി. അതായത് മുഖ്യമായിട്ടും ഈ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇറാൻ കുർദിസ്ഥാന്റെ നേതാവ് മുസ്തഫ ഹാജിരിയുമായിട്ട് പ്രസിഡന്റ് ട്രംപ് നേരിട്ട് സംസാരിച്ചു. അപ്പൊ മുസ്തഫ ഹാജിരി ഉൾപ്പെടെയുള്ള കുർദിഷ് നേതാക്കന്മാരുടെ ഒരു ആശങ്ക അമേരിക്ക ഇടയ്ക്ക് വെച്ച് പാലം വലിക്കുക എന്നുള്ളതാണ്. അതായത് യുദ്ധം തുടങ്ങി അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോൾ അമേരിക്ക ഇറാനുമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കത്തില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കണം. അത് CIA അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അമേരിക്കയുടെ ഉറപ്പിനേക്കാൾ സ്വീകാര്യം ഇസ്രായേലിന്റെ ഉറപ്പാണ്. കാരണം ഇസ്രായേലിനാണ് ഇത് കുറച്ചുകൂടി ആവശ്യം.
അപ്പോൾ ഇപ്പോഴത്തെ ഒരു പദ്ധതി ഞാൻ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്വതന്ത്ര ഇപ്പൊ തന്നെ ഒരു ഓട്ടോണമസ് കുർദിസ്ഥാൻ ഉണ്ട്, അത് പോരാ. ഒരു സ്വതന്ത്ര കുർദിഷ് രാഷ്ട്രം ഇറാന്റെ കുറച്ച് ഭാഗങ്ങളും ഇപ്പോഴത്തെ കുർദിഷ് ഓട്ടോണമസ് റീജിയൻ ഇറാഖിലുള്ളതും ഇവിടെ ചേർത്ത് തുർക്കിയുടെ അതിർത്തി വരെ നീളുന്ന, അല്ലെങ്കിൽ തുർക്കിയുടെ അല്പം ഭാഗങ്ങളിലൂടെ ചേരുന്ന ഒരു സ്വതന്ത്ര കുർദിഷ് രാഷ്ട്രം രൂപീകരിക്കുക. അങ്ങനെ ഒരു രാഷ്ട്രം രൂപീകരിച്ചാൽ ഇതൊരു സെക്കുലർ ഡെമോക്രാറ്റിക് രാജ്യമായിരിക്കും. കുർദിഷ് ആൾക്കാരുടെ ഇടയിലെ പഴയ തുർക്കി പോലെ. അതെ 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 പഴയ മുസ്തഫ കമാൽ പാഷായുടെ കാലത്തെ തുർക്കി പോലത്തെ ഒരു രാജ്യം. ഇത് തീർത്തും സെക്കുലർ ആയിരിക്കും. അപ്പൊ ആ സെക്കുലർ ആകുമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചിന്തയിലെ പശ്ചിമേഷ്യയിൽ മുഴുവൻ മുസ്ലിങ്ങളാണ്. തെറ്റാണ്. അവിടെ ഈ കുർദുകൾ വിവിധ വിശ്വാസങ്ങൾ പ്രകാരം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ ഈ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന അലീവിസം എന്ന ഒരു മതമുണ്ട്. അലീവിസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സുന്നികൾ തന്നെയാണ്. കുർദുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ളത് സുന്നികളാണ്. പക്ഷെ അലീവിസത്തിൽ വിശ്വസിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. യസീദികൾ എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ഒരു ISIS അവരെ ആക്രമിച്ച ഒരു വാർത്ത കേട്ടല്ലോ. ഈ മുരുകനെ പോലുള്ള ഒരു ദൈവം ഉള്ള യസീദികൾ, മുരുകന് സമാനമായിട്ടുള്ള ഒരു ദൈവസങ്കല്പമാണ് അവരുടേത്. കാർത്തികേയന്റെ തമിഴ്നാട്ടിലെയൊക്കെ മുരുക വിശ്വാസത്തിന്റെ സമാനമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഈ സാരി ധരിച്ചിരിക്കുന്ന ഭക്തരുടെ പടം അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. അത് പിന്നീട് ഇന്ത്യൻ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. കാരണം മയിലാണ് അവരുടെ ഏറ്റവും വിശുദ്ധമായ ഒരു പക്ഷി. എങ്ങനെ മയില് ആ പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്തൊരു പക്ഷിയാണ്. അപ്പൊ അതൊക്കെ പോട്ടെ, ഞാൻ അങ്ങനെ ഒരു യസീദികൾ അവരുടെ കൂട്ടത്തിലുള്ളതാണ്. പിന്നെ അങ്ങനെ അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു 3-4 തരം വിശ്വാസങ്ങളുള്ള ആൾക്കാരാണ് അവർ. പൊതുവായിട്ട് ഒരേ വംശമാണ് അവർ. അവരുടെ ഇടയിൽ മതത്തിന് അത്ര വലിയൊരു പ്രാധാന്യം വരില്ല. മതത്തിനേക്കാൾ ഉപരി അവരുടെ വംശത്തിനും അവരുടെ ഭാഷയ്ക്കുമാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഈ കന്യാകുമാരി ജില്ലയിലെ നാടാർ സമുദായത്തിൽ ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളും ഒരേ വീട്ടിൽ ചിലപ്പോൾ കാണും. പക്ഷെ അവര് മുസ്ലിങ്ങളും അത് വളരെ കുറവായിരിക്കും, എങ്കിലും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ധാരാളമുണ്ട് ഒരേ വീട്ടിൽ തന്നെ. അപ്പൊ അങ്ങനെ മതത്തിനേക്കാൾ ഉപരി വംശീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനവിഭാഗം. അമേരിക്കയ്ക്ക് ഇസ്രായേലിനുള്ള ഒരു താല്പര്യം, ഇങ്ങനെ ഒരു രാജ്യം നിലവിൽ വന്നാൽ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് ഇസ്രായേലിനും ഇറാനും ഇടയ്ക്ക് നിലകൊള്ളും. മനസ്സിലായത്? അതായത് ഈ കുർദിഷ് രാജ്യത്തെ കടന്നു വേണം ഇറാന് ഭാവിയിൽ ഇസ്രായേലിനെ ആക്രമിക്കുവാണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പൊ കുർദുകൾ ഒരു സ്റ്റെബിലൈസിങ് ഫോഴ്സായിട്ട് അവിടെ വരും. മാത്രമല്ല പാശ്ചാത്യ വെസ്റ്റേൺ വേൾഡുമായിട്ട് വളരെ അവർക്ക് ഒരു സമന്വയത്തിൽ പോകാം. കുർദുകളുടെ ഒരു പ്രത്യേകത, ആ ഓരോ ഗോത്രങ്ങളിലും ജനാധിപത്യപരമായിട്ടാണ് നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ സമ്പ്രദായം നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ 1000 കൊല്ലത്തിലധികമായിട്ട് ജനാധിപത്യ സമ്പ്രദായം നിലവിലുള്ള ഒരു വിഭാഗമാണ്. അപ്പൊ ഇതൊക്കെ അവർക്ക് രാജാവില്ല. കുർദുകൾക്ക് അവരുടെ ഒരു കൗൺസിലുകളാണ് അവരുടെ ട്രൈബിന്റെ ഹെഡായിട്ടിരിക്കുന്നത്. ആ കൗൺസിലിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടും കുർദുകളുടെ ഒരു രാജ്യം ഉണ്ടാകുന്നത് പാശ്ചാത്യ താല്പര്യങ്ങൾക്ക് അനുസൃതമാണ് എന്നുള്ള ഒരു ചിന്താ രീതി ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കുർദിഷ് രാഷ്ട്രം രൂപം കൊണ്ടാൽ നമ്മൾ വിചാരിക്കുന്ന വെസ്റ്റ് ഏഷ്യ ആയിരിക്കത്തില്ല വരാനിരിക്കുന്ന കാലത്തെ വെസ്റ്റ് ഏഷ്യ. ആ ഒരു ഭൂപടം മാറ്റി വരയ്ക്കപ്പെടുന്നു. പുതിയൊരു രാജ്യം അവിടെ വരുന്നു. പുതിയ ചില ഭരണക്രമങ്ങൾ വരുന്നു. പുതിയൊരു സംസ്കാരം നിലവിൽ വരുന്നു. വിശ്വാസങ്ങളുടെ കാര്യത്തിൽ വൈവിധ്യമുള്ള രാജ്യമാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമുള്ള വെസ്റ്റ് ഏഷ്യയിൽ ഇതാ പെട്ടെന്നൊരു നമ്മൾ 1921 തുർക്കിയിൽ നടന്ന വിപ്ലവം കമാൽ പാഷയെ പോലെ, അത്താതുർക്കിനെ പോലെ ഒരു നേതാവിനും ഉയർന്നു വന്നതും ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കാണേണ്ടത്. അവിടെയും ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം വീണ്ടും പുനർജനിക്കുക ആണ് ഈ കുർദ് രാഷ്ട്രത്തിലൂടെ എന്നുള്ള ഒരു ഭാഗം അതിനകത്തിലുണ്ട്. പിന്നെ ഇവിടെ വേറൊരു ചോദ്യമുള്ളത്, ഇറാനെതിരെ കുർദുകൾ പോരാടുമ്പോൾ ഇപ്രാവശ്യം അവർ വെറുതെ പോരാടാൻ തയ്യാറല്ല. അവർക്കതിന് പ്രതിഫലം വേണം. ആ പ്രതിഫലം എന്ന് പറയുന്നതാണ് ഈ കുർദിഷ് രാഷ്ട്രം. ഈ ISIS-നെ ISIS-നെ നേരിടാനും അവരെ പരാജയപ്പെടുത്താനും അമേരിക്കയ്ക്ക് കഴിഞ്ഞത് കുർദുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. കുർദുകളാണ് മുഖ്യമായിട്ടും ISIS. കാരണം അത് വെറും രണ്ട് സൈന്യങ്ങളുടെ പോരാട്ടമല്ല, 2 വിശ്വാസ പ്രമാണങ്ങളുടെ പോരാട്ടമാണ്.
തികഞ്ഞ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ള കുർദുകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കടുത്ത സുന്നി വിശ്വാസത്തിലുള്ള ISIS. അപ്പൊ അവർ തമ്മിലുള്ള പോരാട്ടം, അവിടെ മുന്നിൽ നിന്നത് കുർദിഷ് പോരാളികളാണ്. എന്തായാലും ശരി, ഇതൊരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു വിലയിരുത്തൽ. ഒരു വിഭാഗത്തിന്, ഞാനിപ്പോൾ അമേരിക്കയിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു പുതിയ രാഷ്ട്രം അവിടെ രൂപം കൊള്ളുമ്പോൾ ആ പുതിയ രാഷ്ട്രത്തിന് എന്തായിരിക്കും ലോകത്തിലെ ഉള്ള ഒരു സ്വാധീനം, ലോകക്രമത്തെ എങ്ങനെയായിരിക്കും? ഇവിടെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഇറാഖിന്റെ പല ഭാഗങ്ങളും അതുപോലെ ഇറാന്റെ പല ഭാഗങ്ങളും ഭാവിയിൽ തുർക്കിയുടെ ഭാഗങ്ങളൂടെ ഒക്കെ ചേരുമ്പോഴേക്കും ലോകത്തിലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന വെസ്റ്റ് ഏഷ്യയിൽ ഒരു സെക്കുലർ രാഷ്ട്രം ഉണ്ടാവുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എനർജി സെക്യൂരിറ്റിയിൽ ആ രാഷ്ട്രത്തിന് പുതിയ ഒരു ചുവടുവെപ്പ്, അവിടെ ആ പ്രദേശത്തിന് പുതിയ ചുവടുവെപ്പാണ്. രണ്ടാമത്തെ അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരു രാഷ്ട്രം നിലവിൽ വന്നാൽ ഇതൊരു അവിടെ നടക്കുന്ന പല ശത്രുതകളുടെ ഇടയ്ക്ക് നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇത് മാറും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മോശമല്ല. കാരണം ഇങ്ങനെ ഒരു രാഷ്ട്രം നിലവിൽ വന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്ത്യയുമായിട്ട് ഒരു രീതിയിലുള്ള ആശയപരമായ എതിർപ്പുകളും ഉണ്ടാകേണ്ട കാര്യമില്ല. യസീദികൾ എന്ന വിഭാഗം ഇപ്പോൾ തന്നെ ഇന്ത്യയുമായിട്ട് അവർക്ക് വലിയ ബന്ധമുണ്ട്. അവര് പിന്നെ ഇന്ത്യയിലെ പല സംഘടനകളുമായിട്ടും യസീദികൾ ബന്ധമുണ്ട്. അവർ ഇന്ത്യയുമായിട്ടുള്ള സാംസ്കാരിക ഒരു സിമിലാരിറ്റീസ്, ഒരു കൾച്ചറൽ സിമിലാരിറ്റീസ്, ആ സാമ്യങ്ങൾ, സാംസ്കാരിക സാമ്യതകൾ അവര് ശ്രദ്ധിക്കപ്പെട്ടു. അവർക്കും അത് യഥാർത്ഥത്തിൽ അത്ഭുതമായിരുന്നു. കാരണം അവരുടെ ക്ഷേത്രത്തിൽ ഒരു നിലവിളക്ക് അവർ ഉപയോഗിക്കാറുണ്ട്. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പൊ നിലവിളക്ക് കൊളുത്തുക അവരുടെ ഒരു സിംബലാണ്. നിങ്ങൾ ഗൂഗിളിൽ വെറുതെ യസീദി എന്ന് അടിച്ചു നോക്കിയാൽ ഒരു സാരി എടുത്ത ഒരു വനിത. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ഒരു രാഷ്ട്രം നിലവിൽ വരുമ്പോൾ അത് ഒരു പുതിയ തുടക്കമായിരിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം വരാൻ ഇത് സഹായിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും ലോകത്ത് ഒരു പുതിയ ഒരു പ്രഭാതം വരുന്ന ഒരു രീതിയായിരിക്കും. പക്ഷെ അവിടെ അതത്ര പെട്ടെന്നൊന്നും സംഭവിക്കാൻ ഇടയില്ല. കാരണം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പോലെ തന്നെ തുർക്കിയും ഇത് ഭയപ്പെടുന്നു. കാരണം തുർക്കി ഇപ്പോൾ പുതിയൊരു ഇസ്ലാമിക ലോകത്തിന്റെ നേതാവാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമം കുർദുകൾ വന്നാൽ പിന്നീട് അതിന് വലിയൊരു നിലനിൽപ്പില്ല. കാരണം ഒരു വ്യത്യസ്ത രാജ്യം വരികയാണ്. ഈ 20-25% തുർക്കികൾ യഥാർത്ഥത്തിൽ കുർദിഷ് വംശജരാണ്. അപ്പൊ അവർക്ക് ഈ രാജ്യത്തോട് ചേരാനുള്ള ആഗ്രഹം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. അപ്പം ഇത് വേറൊരു തരത്തിൽ സംഘർഷം, ആദ്യം കുറച്ചുനാൾ സംഘർഷം ഉണ്ടാകും. ഇറാൻ ഇവരുമായിട്ട് പോരാടും. തുർക്കി ഒരുപക്ഷെ ഇറാനെ എതിർത്ത് നിൽക്കുന്ന തുർക്കി ഈ വിഷയത്തിൽ ഇറാനുമായിട്ട് സഹകരിക്കാം. പക്ഷെ ഇസ്രായേലിന് ഒരു വലിയ ശക്തിയായിരിക്കും ഇവര്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സഹായിക്കാൻ കോടി ജനസംഖ്യയുള്ള ഒരു വിഭാഗം വരികയാണ്. അതൊരു പുതിയൊരു സംഭവവികാസമാകും. പശ്ചിമേഷ്യയിലെ പുതിയ രാജ്യങ്ങൾ രൂപം കൊണ്ടുവന്നു. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്, ചെറിയൊരു രാജ്യം 1940-ൽ തുർക്കികൾക്കായിട്ട് ഉണ്ടായിരുന്നു. അത് പിന്നീട് ഇല്ലാതായി പോയതാണ്. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം ഇന്ത്യ ആവശ്യമില്ലാതെ ഇന്ത്യയെ പല കാര്യങ്ങളിലും പാകിസ്ഥാന് വേണ്ടി കയറി ചൊറിയുന്ന ഒരു രാജ്യമാണ് തുർക്കി. ഇല്ലാതെ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു രാജ്യം തുർക്കിയാവും. നമ്മളൊരു ദ്രോഹം അങ്ങോട്ട് ചെയ്തിട്ടില്ല എന്നിട്ടും. അപ്പോൾ അത് ശരിക്കും ഇന്ത്യക്ക് ഇത് ഭയങ്കര അഡ്വാൻറ്റേജസ് പൊസിഷൻ അല്ലേ ഈ ഡെവലപ്മെന്റ്? അത് അങ്ങ് ചോദിച്ചാൽ ശരിയാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അഡ്വാൻറ്റേജസ് ഡെവലപ്മെന്റ് ആണ്. ഇത് തുർക്കിയെ കണ്ടെയ്ൻ ചെയ്യും ഈ രാജ്യം വന്നാൽ. അത് തുർക്കിയെ നിയന്ത്രിച്ച് നിർത്തും. തുർക്കി എന്ന രാജ്യം അപകടകരമായിട്ട് ഇന്ത്യക്കെതിരെ മാത്രമല്ല, ഇപ്പം സൈപ്രസിനും ഗ്രീക്കിനും എതിരെയും അവര് ഒരുപാട് നിലപാടുണ്ട്. സൈപ്രസും ഗ്രീക്കും ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് തുർക്കിക്കെതിരെ നിൽക്കുകയാണ്. അപ്പൊ യൂറോപ്പിലും തുർക്കി ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം, അതിനെ തീർച്ചയായിട്ടും തടയാൻ ഈ പുതിയ കുർദ് രാജ്യത്തിന് കഴിയും. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ നിർണായകമായ നീക്കമാണ് പശ്ചിമേഷ്യയിൽ നടക്കാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സ്, സംഭവവികാസങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് വിഷയം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിക്കാം.